ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്റെ കഥ പറഞ്ഞ നടൻ അപ്പാനി ശരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ വൈറലാവുകയാണ്. ആന്റണി വർഗീസ് എന്ന നടൻ പെപ്പെ എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയ അങ്കമാലി ഡയറീസിലൂടെ തന്നെ ശ്രദ്ധേയനായ നടനാണ് അപ്പാനി ശരത്തും. അപ്പാനി രവി എന്ന കഥാപാത്രത്തെയാണ് ശരത് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. അങ്കമാലി ഡയറീസ് വൻ വിജയമായി മാറിയതോടെയായിരുന്നു പേരിനൊപ്പം അപ്പാനി എന്നുകൂടി നടൻ ചേർത്തത്. വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയിലെ ജിമിക്ക് കമ്മൽ എന്ന പാട്ടിലൂടെയാണ് പിന്നീട് മലയാളികൾ ശരത്തിനെ അടുത്തറിയുന്നത്. ഇപ്പോൾ നടൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 19 മത്സരാർത്ഥികളിൽ ഒരാളാണ്. തിരുവനന്തപുരം സ്വദേശിയാണ് ശരത്ത്. സിനിമയിലെത്തുന്നതിനു ശേഷം ജീവിതം കുറച്ചൊക്കെ മെച്ചപ്പെട്ടെങ്കിലും അത്ര സുഖകരമായൊരു കുട്ടിക്കാലമായിരുന്നില്ല ശരത്തിൻ്റെത്. അച്ഛന്റെ പെട്ടെന്നുള്ള മരണം ശരത്തിന്റെ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു. 19 വയസ്സിൽ വിധവയായ അമ്മ തന്നെ വളർത്താൻ നടത്തിയ പോരാട്ടത്തെക്കുറിച്ച് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് സഹമത്സരാർത്ഥി നൂറയുമായി സംസാരിക്കവേ നടൻ വെളിപ്പെടുത്തുകയാണ്. തന്റെ ചോറൂണ് ദിവസമാണ് തന്റെ അച്ഛന്റെ വിയോഗമെന്നാണ് ശരത്ത് പറയുന്നത്. തന്റെ ചോറൂണിനു വേണ്ടിയാണ് ക്ഷേത്രത്തിൽ അച്ഛൻ എത്തിയത്. പക്ഷേ ആ ചടങ്ങിന് മുൻപ് അച്ഛൻ വീണു. അന്ന് തനിക്ക് ചോറ് തരാൻ അച്ഛന് പറ്റിയില്ല. എല്ലാവരും അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. അന്ന് തന്റെ അമ്മയ്ക്ക് 19 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 1 വർഷത്തിനിടയിൽ അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛന്റെ മരണശേഷം താനും അമ്മയും കൂടി തിരികെ അമ്മയുടെ വീട്ടിലേക്ക് പോന്നു. അവിടെയുള്ളത് ഒരു ചെറിയ വീടാണ്. അമ്മുമ്മയും അപ്പൂപ്പനും മാത്രമാണ് താമസം. അവർ വളരെ കഷ്ടപ്പെട്ട് കിടപ്പാടം പോലും പണയം വെച്ചാണ് തന്റെ അമ്മയുടെ വിവാഹം നടത്തിയത്. അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. അമ്മുമ്മയും അപ്പൂപ്പനും അമ്മയും 1 വയസ്സുള്ള തന്നെയും വെച്ച് അന്നെടുത്തത് എക്സ്ട്രീം ലെവൽ സ്ട്രഗിൾ ആണെന്നും നടൻ പറയുന്നു. ഇതൊന്നും വേറെ ആരോടും താൻ പറഞ്ഞിട്ടില്ല. തനിക്ക് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നും ശരത്ത് നൂറയോട് പറയുന്നുണ്ട്. അവരുടെ സ്ട്രഗിൾ സമയത്ത് തനിക്കൊരു അസുഖം വന്നു. ചിക്കൻ ബോക്സിന് സമാനമായ മറ്റൊരു അസുഖമായിരുന്നു അത്. തന്റെ ശരീരം മുഴുവൻ അത് പടർന്നു പിടിച്ചു. അതുകൊണ്ട് തന്നെ ആരും തന്നെ കൈമാറിപ്പോലും എടുക്കുമായിരുന്നില്ല. അമ്മ തന്നെയാണ് തന്നെ നോക്കിയത്. ആ തന്നെയും കൊണ്ട് അമ്മ അന്ന് കുട നന്നാക്കുന്ന കമ്പനിയിൽ ജോലിക്ക് വരെ പോകുമായിരുന്നു. തനിക്ക് ആ അസുഖമുള്ളത് കൊണ്ട് ബസ്സിൽ താനും അമ്മയും കയറുമ്പോൾ പോലും ആരും തന്റെയും അമ്മയുടെയും അടുത്ത് ഇരിക്കുമായിരുന്നില്ല. അമ്മ പറഞ്ഞുള്ള അറിവാണിതൊക്കെയെന്നും ശരത്ത് പറയുന്നുണ്ട്. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ തന്നെ വളർത്തിയെടുത്തത്. അതിനുശേഷം 1 വർഷം കഴിയുമ്പോഴാണ് അച്ചായെന്ന് താൻ ഇപ്പോൾ വിളിക്കുന്ന വ്യക്തി തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു. അമ്മയുടെ ജീവിതത്തിലേക്ക് ആയിരുന്നില്ല അദ്ദേഹം വന്നത്. തന്നെ ഇഷ്ടപ്പെട്ട തന്റെ ജീവിതത്തിലേക്കാണ് അദ്ദേഹം വന്നതെന്നും അതാണ് തന്റെ അച്ഛനെന്നും അമ്മയും അച്ഛനും പിന്നീട് വിവാഹിതരായെന്നും നടൻ പറയുന്നു. തന്റെ അച്ഛനെ 1 വയസ്സിൽ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ വരാനുള്ള സാഹചര്യം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് തന്റെ ഭാഗ്യമാണെന്നാണ് താൻ കരുതുന്നതെന്നും ശരത്ത് പറയുന്നു. ഇപ്പോൾ 32 വയസ്സുള്ള നടൻ ഇതുവരേക്കും അവതരിപ്പിച്ചിട്ടുള്ളത് ഏറെയും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള വേഷങ്ങളാണെന്ന് സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഇതുവരേക്കും മലയാളത്തിലും തമിഴിലുമായി 23ഓളം സിനിമകൾ ശരത്ത് ചെയ്തിട്ടുണ്ട്. 2017 നടന്റെ വിവാഹം. 2 മക്കളുണ്ട്. തന്റെ 3ാമത്തെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് നടൻ ഇപ്പോൾ ഉള്ളത്. അതേസമയം പ്രേക്ഷക പ്രതീക്ഷയ്ക്ക് ഉയരുവാൻ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനത്തിലൂടെ ശരത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവെ പ്രേക്ഷകരുടെ അഭിപ്രായം. അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി നടന്റെ ശരീരത്തിൽ ഇടയ്ക്കിടെ വന്നു പോകുന്നതാണ് പ്രശ്നമെന്നും ഗെയിം മനസ്സിലാക്കിയൊന്ന് കളിച്ചാൽ പ്രേക്ഷക പിന്തുണയുണ്ടാകുമെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമന്റുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.